തൊടുപുഴ കോപ്പറേറ്റീവ് ലോ കോളേജിലെ വിദ്യാർത്ഥി സമരം അവസാനിപ്പിച്ചു. അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം ഏർപ്പെടുത്തുമെന്ന് സബ് കളക്ടർ ഉറപ്പു നൽകിയതായി വിദ്യാർത്ഥികൾ അറിയിച്ചു. രാഹുൽ വിജയനുണ്ട് ഇടുക്കിയിൽ നിന്നും. രാഹുൽ, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അരുണ്യ, 9 മണിക്കൂറോളം നീണ്ടുനിന്ന ആത്മഹത്യാ ഭീഷണി മുഴക്കിയുള്ള വിദ്യാർത്ഥികളുടെ പ്രതിഷേധ സമരമാണ് ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇടുക്കി സബ് കളക്ടറുമായി നടത്തിയ ചർച്ചയിന്മേൽ ലഭിച്ച ഉറപ്പുകളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയതെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കോളേജിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം ഏർപ്പെടുത്തും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളുടെ എല്ലാ കാര്യങ്ങളും കേൾക്കാൻ സർക്കാർ തലത്തിൽ നിന്ന് ഒരാളെത്തും എന്നുള്ളൊരു ഉറപ്പ് വിദ്യാർത്ഥികൾക്ക് കൊടുത്തിട്ടുണ്ട്. അത് അവർ മുഖവിലേക്ക് എടുത്തതിന് ശേഷമാണ് സമരം പിൻവലിക്കാമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും പ്രിൻസിപ്പാളിനെതിരെ നടപടി വേണം. അതിന് അഡ്മിനിസ്ട്രേറ്റർ എത്തുന്നതോടുകൂടി ഒരു ഫലമുണ്ടാകും, അല്ലെങ്കിൽ നടപടി എടുക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് വിദ്യാർത്ഥികളുള്ളത്. ഈ മാർക്ക് ദാനവുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് 9 മണിക്കൂറോളം ഈ കോളേജിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് ആത്മഹത്യാ ഭീഷണി മുഴക്കിക്കൊണ്ട് ഒരു സമരം വിദ്യാർത്ഥികൾ നടത്തിയത്. എന്തായാലും വലിയ വാർത്താ പ്രാധാന്യം വിഷയത്തിലുണ്ടായിരുന്നു. മന്ത്രി ആർ ബിന്ദു ഉൾപ്പെടെ ഇതിൽ ഇടപെടുകയും ചെയ്തതാണ്. പലതരത്തിലുള്ള സമവായ ചർച്ചകൾ ഇതിനിടയിൽ നടന്നു. 3 ചർച്ചകൾ പരാജയപ്പെട്ട് 4ാമത്തെ ചർച്ചയിലാണ് ഈ തീരുമാനത്തിലേക്ക് എന്തായാലും വിദ്യാർത്ഥികൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. നിലവിൽ സമരം അവസാനിപ്പിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികൾ എല്ലാവരും കോളേജ് കെട്ടിടത്തിന് മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങുകയാണ്. ശരി, തൊടുപുഴ കോപ്പറേറ്റീവ് ലോ കോളേജിലെ വിദ്യാർത്ഥി സമരം അവസാനിപ്പിച്ചിരിക്കുന്നു. മാർക്ക് ദാനവുമായി ബന്ധപ്പെട്ട് നടന്ന പ്രശ്നങ്ങളാണ് സമരത്തിലേക്ക് എത്തിയത്. കോളേജിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം ഏർപ്പെടുത്തുമെന്ന് വിദ്യാർത്ഥികൾക്ക് സബ് കളക്ടർ ഉറപ്പ് നൽകുകയും ചെയ്തിരുന്നു. രാഹുൽ വിജയനാണ് വിശദാംശങ്ങൾ നൽകിയത്.